നമ്മുടെ ശരിക്കും ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണല്ലോ. അപ്പം ഈ ജനുവരിയിൽ തന്നെ നമുക്ക് ഭയങ്കര പരിപാടികളാണ്. അപ്പൻ്റെ ബർത്ത്ഡേ ഉണ്ട്, ലല്ലുവിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, പിന്നെ അപ്പൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ട് സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആൻഡ് വെൽക്കം ബാക്ക് ടു ജയ്സ് ഫാം. അപ്പോൾ ഇന്ന് ജനുവരി 27 അപ്പൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് വീഡിയോസ്, അതായത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിപ്പോയി. സോ എനിക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒന്നും പറ്റില്ല. ഭയങ്കര അതായത് ആ വീഡിയോ ഇല്ലെങ്കിൽ, അതായത് കേക്ക് കട്ടിങ് ഗിഫ്റ്റ് കൊടുക്കലൊക്കെയാണ്. അപ്പം ആ വീഡിയോ ആണ് ശരിക്കും അതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു സാരമില്ല, നമുക്ക് അടുത്ത വർഷം നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം, അടുത്ത വർഷത്തെ നമുക്ക് വീഡിയോ ഇടാം. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ചിഞ്ചും തലവേദന ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് രണ്ടുപേരും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കും. അപ്പൻ അമ്മയ്ക്കും, അമ്മ അപ്പനും കൊടുക്കും. ഈ അപ്പൻ ചിലപ്പോൾ നമ്മളെ ആയിരിക്കും ഏൽപ്പിക്കാം ഗിഫ്റ്റ് വാങ്ങാനായിട്ട്. ചിലപ്പോൾ അപ്പം തന്നെ വാങ്ങിച്ചിട്ടും. കാരണം അപ്പനെ ഏൽപ്പിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അപ്പൻ പോയി വാങ്ങുന്നത് എങ്ങനെയൊക്കെ അമ്മ അറിയും. അപ്പം അത് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിക്കും. ഈ പറഞ്ഞ മാതിരി തന്നെ അമ്മയും നമ്മളെയും കൊണ്ടായിരിക്കും പോവാം. അപ്പം രണ്ടുപേരോടും നമുക്ക് നുണ പറയേണ്ടത്. അപ്പനോട് നമുക്ക് നുണ പറയണം, അമ്മോടും നമുക്ക് നുണ പറയണം. അപ്പം ഇപ്പം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരണത് അപ്പൻ്റെ അമ്മയുടെയും 15ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം നമ്മുടെ ഫാമിലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൻ്റെ അമ്മയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവർ പറഞ്ഞിരുന്നത് ഒരു സ്പൂൺ, ഒരു പ്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് രണ്ടുപേരുടെ ഫുൾ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അമ്മയുടെ ഗോൾഡൊക്കെ അത്യാവശ്യം നമ്മൾ എടുത്തു. നമുക്ക് സ്ഥലം വാങ്ങാനും അതിനൊക്കെ ആയിട്ട് ഗോൾഡ് എടുത്തു. ഒന്നും ഉണ്ടായിരുന്നില്ല. വെഡ്ഡിങ് റിങ് വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും വെഡ്ഡിങ് റിങ് ഇല്ല. അങ്ങനെ 15ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അപ്പൻ അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് വെഡ്ഡിങ് റിങ് ആണ്. അങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് നെഞ്ചിൻ്റെ അടുത്തും പറഞ്ഞു, ഇങ്ങനെ വെഡ്ഡിങ് റിങ് വാങ്ങാം, അത് അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് എന്തായാലും വെഡ്ഡിങ് റിങ് ഇല്ലല്ലോ, അപ്പോൾ അത് അമ്മയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പൻ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം, ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ അമ്മ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയാം, അപ്പൻ എന്തായാലും വെഡ്ഡിങ് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണമല്ലോ, അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് നമുക്ക് വെഡ്ഡിങ് റിങ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പന് വെഡ്ഡിങ് റിങ് ഇല്ലല്ലോ. നമ്മൾ ശരിക്കും വണ്ടർ അടിച്ചു പോയി ശരിക്കും. കാരണം ഇവരുടെ ഒരു കെമിസ്ട്രി നമ്മൾ എന്നും കാണുന്നുണ്ടെന്നാണെങ്കിലും മനസ്സുകൊണ്ട് ഇത്രയ്ക്കും പൊരുത്തുള്ള ഒരു സംഭവം നമുക്ക് ശരിക്കും, എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ചിന്തിപ്പിച്ചൊരു സംഭവമാണ്. രണ്ടുപേരും വാങ്ങുന്ന ഗിഫ്റ്റ് അത് സെയിം, അതും അവരുടെ വെഡ്ഡിങ് എന്താ പറയുക, വെഡ്ഡിങ് റിങ് ആണ് അവർ വാങ്ങുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഈ ഒരു ഡേറ്റ് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അത് എന്തോരം നമുക്ക് ഹൈ ആയിട്ട് ആഘോഷിക്കാൻ പറ്റിയാലും അത് ഭയങ്കര കുറഞ്ഞു പോയിന്ന് തോന്നിക്കാറുള്ളൂ. കാരണം ഈ ഒരു 30 വർഷം അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന പോലെ ഭാര്യയും ഭർത്താവായി കഴിഞ്ഞൊരു വഴക്ക് ആവശ്യമാണ്. അത് അവരുടെ സ്നേഹം കൂടുതലാക്കുകയുള്ളൂ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അവരുടെ ഒരു ചെറിയ പണക്കങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം അപ്പനമ്മയാണെങ്കിലും അപ്പോൾ അവർ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവുമ്പോൾ ഓഫ് കോഴ്സ് അത് എന്നെ ചിന്തിച്ച് നന്നായിട്ട് ബാധിക്കും. നമുക്കും നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഞാനൊരിക്കലും ഭയങ്കരമായിട്ട് തല്ലുണ്ടാക്കുന്ന ഒരു അപ്പനമ്മേനെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. എന്നാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന അപ്പനമ്മേനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ മക്കളത് കാണണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. അത് കണ്ട് വളർന്നത് കൊണ്ട് പേഴ്സണലി എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ തന്നെ അപ്പൻ്റെ അമ്മയുടെയും ഈ ഒരു കെമിസ്ട്രി കാണുന്നുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ തന്നെയാണെങ്കിലും ഓരോ സംഭവങ്ങളും നമുക്ക് ഭയങ്കര നമ്മുടെ മെമ്മറിയിൽ കിടക്കുന്നുണ്ട്. അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ശരിക്കും നമ്മൾ ഒരു വിവാഹ ജീവിതം എന്നൊരു ജീവിതത്തിലേക്ക് ഞാനാണെങ്കിലും ചിഞ്ചുവാണെങ്കിലും കടക്കാൻ കാരണം ഉണ്ടായത്. എൻ്റെ ചിഞ്ചുവിൻ്റെ ചെറുപ്പത്തിലത്തെ ഒരു മെമ്മറി എന്ന് പറയുന്നത്, ഞാനും ചിഞ്ചും കൂടി സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ കുളിച്ച് ഇങ്ങനെ ഭംഗിയിൽ നിൽക്കുന്നുണ്ടാവും, ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഞങ്ങളുടെ ചെറുതിലൊക്കെ ഒരു സമയങ്ങളൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാത്ത ദിവസങ്ങളിലാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഒരുമിച്ച്, അപ്പൻ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് അപ്പൻ എത്തും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും. അത് കുറേ നേരം ഇരുന്ന് വർത്താനം പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയോട് കഴിഞ്ഞ് പിന്നെ പ്രയർ കഴിഞ്ഞിട്ട് ചായയോട് കഴിഞ്ഞ് അപ്പം ഇതിൻ്റെ പ്രയറല്ല കേട്ടോ, അതിൻ്റെ നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കും.
പ്രയർ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കും. പിന്നെ ഫുഡ് കഴിക്കാതെ എനിക്ക് 1 മണിക്കൂറിൽ കുറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടില്ല. അത് കുറേ കഴിക്കാനുള്ളത് കൊണ്ടല്ല, കുറേ സംസാരിക്കാനുള്ളത് കൊണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര മെമ്മറിയാണ്. അതുപോലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരുവിധം എല്ലാ ഫാമിലി ഇതൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ കുറേ ഇഷ്യൂസ് നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ പിന്നെ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടൊരു കാര്യം, ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അപ്പം മാത്രം എടുക്കുന്ന തീരുമാനമാവില്ല, അല്ലെങ്കിൽ ഒരിക്കലും അമ്മ മാത്രം എടുക്കുന്ന തീരുമാനമാവില്ല. ഭയങ്കര ചെറുതിലാണെങ്കിൽ പോലും എന്നെയും ചിഞ്ചുവിനെയും അവരതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. എന്തൊരു കാര്യം പറയുമ്പോഴും അപ്പൻ ഞങ്ങൾ 3 പേരും വിളിക്കും, അമ്മേനും എന്നെയും ചിഞ്ചുവിനെയും വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങളാണ്, ഇത് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം, ഇതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ അപ്പനമ്മയും പറയുന്ന കാര്യങ്ങൾ 300% ശരിയുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടാവും. അപ്പം ഞാനും ചിഞ്ചു തിരുത്തി കൊടുക്കും. ആ തിരുത്തി അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് അപ്പനമ്മയ്ക്കുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ്. അത് പലപ്പോഴും പല കുടുംബങ്ങളിലും കണ്ടിട്ടില്ല. അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇപ്പം കുറേ ഡിവോഴ്സ് കേസസ് കാണുന്നുണ്ട്. പിന്നെ കുട്ടികളിലാണെങ്കിലും ഒരുപാട് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് കുറവ് കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് നികത്തി എടുക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഒരു ഇതാണ് ഞാൻ കാഴ്ചപ്പാടാ പറയുന്നതെല്ലാം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കാരണം തന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ കാഴ്ചകളൊക്കെ ഇനി കാണാം. അപ്പോൾ അമ്മ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഫോൺ കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അത് ഇടയ്ക്ക് ചൂടാവുക, പിന്നെ സ്വിച്ച് ഓഫ് ആയി പോവുക, അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അപ്പൻ വിചാരിച്ചു അമ്മയ്ക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാം, വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ആൾക്കൊരു ഫോൺ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് രാവിലെ വന്നിട്ട് അപ്പം പറഞ്ഞു ഒരു ഫോൺ വാങ്ങണം, അപ്പം നിങ്ങൾ 2 പേരും കൂടി പോയി വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചു. പക്ഷേ ഞങ്ങൾ 2 പേരും മാത്രമല്ലല്ലോ, കൂടെ 4 കുട്ടിപ്പട്ടാളങ്ങളുണ്ടല്ലോ. അപ്പം ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഈ 4 പേരും കൊണ്ട് പോകുന്നത് ചടങ്ങാണ്. സോ അപ്പോൾ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് പറയുന്നത് EMI ആയിട്ട് ഫോൺ എടുക്കുമ്പോൾ നമ്മൾ 3 പേരും പോയിട്ട് ഒരു കാര്യമില്ല, അപ്പം തന്നെ വരണം. അങ്ങനെ ഞങ്ങൾ 4 പേരുടെ സമയം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 8:30ക്ക് നമ്മൾ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ആ ഷോപ്പ് 9 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ 3 പേര് മാത്രമാണ് കേട്ടോ 8:30ക്ക് എത്തിയത്. അപ്പം എത്തിയപ്പോൾ 9 മണിയായി. പിന്നെ കാര്യത്തിൻ്റെ ഗൗരവം നമ്മൾ കടക്കാർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫോൺ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിള്ളേർ അവരുടെ രീതിയിലായിട്ട് കളിക്കുന്നുണ്ട്. ഷട്ടറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ കൂടി മെയിൻ ഷട്ടർ മാത്രം ഇടാത്തതുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് ഫോണൊക്കെ ആദ്യം നമ്മൾ നോക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ EMIയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വേഗം തന്നെ അവരെല്ലാം ശരിയാക്കി തന്നു കേട്ടോ. അവർക്കും വീട്ടിലേക്ക് പോകണമല്ലോ. അങ്ങനെ നമ്മൾ ഫോൺ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പൊട്ടൻ്റെ കയ്യിൽ പൂമാല, അല്ല കുരങ്ങൻ്റെ കയ്യിൽ പൂമാല, ആ രീതിക്ക് ചിഞ്ചു ഫോണും കൈ പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ എന്തെന്നറിയാണ്ട് ഞാനും അന്താളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടല്ല, എന്നാലും പറയുന്നതൊക്കെ ഒന്ന് കേട്ട് അറിയണ പോലെയൊക്കെ ഒന്ന് നിൽക്കാമല്ലോ. അത് തന്നെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പിന്നെ നമ്മൾ അത്ര സൂപ്പറാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പനമ്മയ്ക്ക് അപ്പം എത്താവോ നമ്മുടെ അപ്പൻ്റെ ഇത് അപ്പൻ്റെ ഷർട്ട്, അത് അമ്മയുടെ ഫോൺ. 30 വർഷം അവിടെ നിന്നാണ് ഞങ്ങൾ പരിപാലിച്ചത്, പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും. ബാബ സങ്കടം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ? എന്താന്ന്? സാരി, ചുരിദാർ, ജീൻസും ടോപ്പും. ടോപ്പ് എന്നാ തുറന്നോ. ഇതിനെങ്ങനെ മനസ്സിലാവണേ? അമ്മ അത് വെറുതെയാണ് നമുക്ക്.
അതാ അമ്മക്ക് ധൈര്യമില്ല. കണ്ണാടി ചായൻ എവിടെയാ നമ്മുടെ കണ്ണാടി എവിടെ? കല്ലാണോ? നല്ല വെയിറ്റ് ഉണ്ടല്ലേ? അരക്കിലോരല്ല, പെട്ടി മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിലൊരു ക്ലൂ ഉണ്ട്. എന്റെ പഴയ ഫോണിന്റെ പെട്ടിയാണ്. ആ? അതെ, ഇതിന്റെ തലതിരിച്ചിട്ട് തുറക്കല്ല, ഞാൻ സാധനം പൊട്ടണക്കിണ്ട്. കല്ല് കാലുമിക്ക് വീഴണ്ട കേട്ടോ. എന്തുദ്ദേശിക്കണേ? ഇത് അത്തിരുന്ന് കുറിച്ച പോലെ. ഇത് ഓപ്പോന്റെ സെറ്റാ? അമ്മയുടെ ഓപ്പോൻ പഴയ പെട്ടില്ല, അത് പഴയ പെട്ടില്ല. അപ്പൊ അത് പുതിയത് മേടിച്ചിട്ടുണ്ടാവും. അതിനാവോ അപ്പനും പോയിണ്ടാവും അല്ലേ? മൈജിരിക്ക് അങ്ങനെ പോയിണ്ടാവും. ദൈവമേ, ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോ ഇത് മേടിക്കണ്ടെന്ന്. ഈ കടത്തിൽ കൂടെ കടന്ന് ഈശോയെ, അതൊരു ഫോണില്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഇപ്പൊ പറഞ്ഞതൊക്കെ പോയില്ലേ. ചെറിയൊരു സ്ഥലം എടാ ഒന്ന് ഹെൽപ്പ് ചെയ്തടാ പോയിട്ട്. കീപാഡ് ഫോൺ കൊടുക്കണം എന്ന് പറഞ്ഞു. ടച്ചൊക്കെ മാറാവട്ടെ. ഇത് എടുക്കറിയില്ല. വലിയ ഫോൺ. അതിനാണ് എന്റെ ഫോൺ എടുത്ത് കൊണ്ടുപോയത്. മാസം 4,000 രൂപ വെച്ചിട്ട് അടയ്ക്കുക. 1,00,000 രൂപയുടെ ഫോണാണ്. മാസം എന്തോരം നിങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുക. അടുത്ത മാസത്തോട്ട് പേയ്മെന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താഴെയുള്ള പൊടികളൊക്കെ കൊടുക്കാം. ഏട്ടാ ബെഡ് നമുക്ക് പിരിക്കാം. ഇവിടെ എന്താ ഏട്ടന്റെ പരിപാടി? കേക്ക് വലിയ ഇഷ്ടമായി അതാണ് ഇവിടെ എന്ത് പകുതി ആ കേക്ക് പകുതി തീർത്തോ. നാളെ കൊടുക്കാം. എവിടെയാ? എടുക്കണ്ട്. ഒരപ്പന് 30ാമത്തെ വെഡിങ് മക്കള് ചെയ്ത അക്രമാണ്. എന്തിനാ ഞാൻ കൈ നീട്ടണെന്ന് എനിക്ക് എന്തെങ്കിലും കണ്ടോണ്ടോടാ. 1, 2, 3, 4 പോയി തലേന്ന് മാറ്റി കൊടുക്കണേ. ആ അവന്റെ ഗ്രൂപ്പില് ഡ്രസ്സുകള് അപ്പരമായി വെച്ച് കൂട്ടിടാം. താക്കോലും കൊണ്ടപ്പം പോവാം. 2 മരുമക്കളുണ്ടായി. ഒരു ുള്ളതാണേലും അതിന് കടയിലിടാനാ ഉപയോഗം ഞങ്ങൾക്ക്. എന്ത്? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തായിരുന്നു? രാവിലെ 6:30 ട്രെയിൻ പോകുമ്പോഴേ ആ ഷർട്ട് ഉണ്ടാവും. കാണിക്കണേ കടയിലിട്ട് ഫ്രീക്ക് അടിച്ചെടുക്കണം. കാണിക്കണം. നാളെ അവരൊരാൾക്ക് ഒരാളെ എന്തോട്ടിട്ട് പോകണ്ടാവും. ഓർഡർ എടുക്കുമ്പോ ഫ്രീ തോന്നുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നത് സൂപ്പർ ആയിട്ട് കിട്ടാം. ഫ്രീ ആയിട്ട് കിട്ടാൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. കിട്ടിയ ഷർട്ടാ. അയ്യോ തുണി കളിക്കട്ടെ. ഉറങ്ങിയിട്ടെങ്കിലേ കുട്ടി കണ്ടില്ല. നോക്കിയാ അപ്പൊ 2 ഷർട്ട് ഇടാൻ പാകാണോ നോക്കിയാ പാകാവോ? മറ്റേ ഷർട്ട് നോക്കിയാ ചെക്ക്. നാളെ പള്ളി ഇരിക്കില്ല കേട്ടോ. എന്ത് പറ്റുള്ളൂ. നാളെ ലോട്ടറി
അപ്പൊ ഇട്ടോക്കി നോക്കട്ടെ, രണ്ടും ഇട്ടേ കാണട്ടെ. കൊള്ളാം. ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു. ഏത് ഈ ഷർട്ടിന്റെ കളർ ചേഞ്ചോ? സൂപ്പർ. മറ്റേത് സൈസ് കറക്റ്റ് ഒട്ടും പറ്റില്ല അല്ലേ? തുണി നല്ലതല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു തുണി. ആഹാ ചിഞ്ചും പറഞ്ഞു തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ചുളിവ് അതെ കേട്ടോ. സമയം 1 മണി. യോഗ കാണിച്ചോ? സൂപ്പറായിട്ടുണ്ട്. ഒരു അടുത്തതിട്, അടുത്തതിട്. എന്നെ പറ്റിച്ച് പഞ്ചസാരക്ക് കാശായോ അരിക്ക് കാശായോ എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചു കൊടുക്കുക. നമ്മളിവിടെ എടുത്തു വെച്ചു, എന്നിട്ട് കാശ് കൊടുത്തില്ല അതിന്. ഞാൻ കിടന്ന് വിഷമിക്കുക ഒന്നും പറയണ്ട. കാശില്ലാണ്ട്. നിങ്ങൾ എന്നിട്ട് ഇപ്പൊ നിക്കാൻ ചെയ്യാ? അല്ല ഞങ്ങൾ തമാശ ഈ ഷർട്ട് ഭംഗിയുണ്ടപ്പനെ, ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. നല്ല ഭംഗിയുണ്ട്. രണ്ട് പാന്റും 2 ബനിയനും കൂടി മേടിച്ചാൽ പിള്ളേർക്കില്ല, പിള്ളേർക്ക് കൊടുക്കാനൊക്കെ. അപ്പം അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഫോൺ കിട്ടി, അമ്മയും ഡ്രസ്സ് കിട്ടി, അപ്പനും ഫുൾ ഹാപ്പി. അപ്പോൾ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സംഭവങ്ങളൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ല ഫാമിലീസ് നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നത് നമുക്കിനി നമ്മുടെ പഴയ, അതായത് നമ്മുടെ ഇപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക്, അതായത് എൻ്റെ ഈ ഒരു ഏജിൽ നമുക്കിനി അങ്ങോട്ടേക്ക് അത് പറ്റുള്ളൂ. അതായത് ന്യൂ പാരൻസ് അവർക്കാണ് ഇനി ഇതൊക്കെ പോസിബിൾ ആക്കാൻ പറ്റുക. നമ്മുടെ ഫാമിലി നന്നായിരുന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ, നമുക്ക് ഇനി നല്ലതാവാം. ഒത്തിരി സന്തോഷമുള്ളൊരു ഫാമിലി നമുക്ക് കിട്ടും, ഒത്തിരി സന്തോഷമുള്ള ഹെൽത്തി ബേബീസ് നമുക്ക് കിട്ടും, കോൺഫിഡൻസ് ഉള്ള ഭയങ്കര രസമായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫാമിലീനെ സൂപ്പറാക്കുക, നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ അത്. അപ്പം ടാറ്റാ.